ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ വീട് താമസാട്ടാ പാല് കാച്ചൽ നമ്മളെ നാത്തൂൻ്റെ. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെ വീഡിയോയിലൊക്കെ ഇങ്ങനെ. ഞാൻ അവളെ പല പ്രാവശ്യമൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവളെ വീടിൻ്റെ പാല് കാച്ചലാണ് കേട്ടെന്ന്. അപ്പം ഞാൻ രാവിലെ ഇങ്ങനെ അവിടേക്ക് പോയതാണ് കേട്ടാ. പാല് കാച്ചന് 9 മണിക്കായിരുന്നു പാല് കാച്ചൽ കേട്ടാ. അപ്പോൾ പോയത് അതാ സെറ്റ് മുണ്ട് കൊടുത്തതാണ് കേട്ടാ നമ്മൾ നാത്തും. അപ്പോൾ അവിടെ നിന്നിട്ട് ആൾക്കാരൊക്കെ വരുമ്പോഴേക്കൊക്കെ ഞാൻ ഒന്ന് വീഡിയോ ഒക്കെ പിടിച്ചിട്ടാ. ആൾക്കാരൊക്കെ കൂടിയാൽ പിന്നെ നമുക്ക് ഈ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടാ. അപ്പോൾ എല്ലാവരും വരുമ്പോഴത്തേനൊക്കെ ഞാൻ എല്ലായിടം നടന്ന് പിടിച്ചിട്ടാ. അപ്പോൾ 9 മണിക്ക് പാല് കാച്ചലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 8:30 ആകുമ്പോൾ ഞാൻ പോയതാട്ടാ. അപ്പോൾ അധികം ആളുകളൊന്നും ഇല്ല. അപ്പോൾ ഒക്കെ എല്ലാവരും നടന്നിട്ട് വീഡിയോ പിടിച്ചു. അപ്പോൾ ഈ വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ തന്നെ ഇത് കാണാനുള്ളത് കേട്ടാ. ഞങ്ങൾ തറവാട് കുറേ ആളുകളുള്ളതാണ്. അപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവരും ഒക്കെ ആയിട്ട് ഉണ്ട് കാണാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ നല്ല ഇതിൽ എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ വീടൊക്കെ നല്ല സൂപ്പർ തന്നെയാണ് കേട്ടാ വീടൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത്രയും ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കളൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമുമായിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ പണിക്കാർ ഇന്നലെയും വരെയും പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ ഇത് ഹാളിലുള്ള വാഷിംഗ് ബേസിനാണ്. പിന്നെ കോണിയുടെ അടിയിലുള്ള ഒരു ഭാഗമാണ് കേട്ടത്, ഇസ്തിരി ഇടാനും ഒക്കെ ആയിട്ടുള്ള. ഒരു പന്തലൊക്കെ ഉണ്ട് മുറ്റത്ത് ഭക്ഷണം കൊടുക്കാനൊക്കെ. പിന്നെ ഒരു ബെഡ്റൂമാണ് ഇട്ടത് താഴെയുള്ള. കബോർഡും ഒക്കെ ഉണ്ട് കേട്ടോ. ആ റൂമിൻ്റെ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാല് കാച്ചലിൻ്റെ സമയമൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ അടുക്കളയിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതവരെ അടുക്കളയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഇട്ടത്. നല്ല അടിപൊളി പച്ചപ്പ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിലൊക്കെ ഇങ്ങനെ കബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് അവരുടെ സ്റ്റോർ റൂമാണ് കേട്ടോ. ഒരു വീടായ സ്റ്റോർ റൂം അത്യാവശ്യമാണ് അല്ലേ. പിന്നെ ഇത് ഫ്രിഡ്ജാണ് കേട്ടോ. 3 ഡോറുള്ള ഫ്രിഡ്ജ്. ഒന്നും വെച്ചിട്ടൊന്നുമില്ല, ഒക്കെ വാങ്ങിയിട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് വർക്കേരിയയുടെ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിട്ടാ. അപ്പോൾ ഈ വർക്ക് ഏരിയയിലുള്ള ബാത്റൂം ഇങ്ങനത്തെ ആട്ടാ, യൂറോപ്യൻ അല്ലാത്ത സാധാ. അപ്പോൾ അത് നമ്മളൊരു ഇളയച്ചിയാണ് കേട്ടാ. ഇതാണ് കേട്ടാ വർക്ക് ഏരിയ. പാത്രമൊക്കെ കഴുകി വയ്ക്കാനൊക്കെ ആയിട്ടുള്ള കൊട്ടത്തളവും ഒക്കെ ഉണ്ട് കേട്ടാ. ഇത് അവരൊരു സൈഡ് ഭാഗമാണ്, ഗ്യാസ് വയ്ക്കാനുള്ള ഒരു കുറ്റി വയ്ക്കാനുള്ള സൗകര്യമൊക്കെ ആയിട്ടുള്ള വീടിൻ്റെ ഒരു വശമാണ് കേട്ടത്. ഇത് നാത്തൂൻ്റെ മോളാണ് കേട്ടാ.
അപ്പോൾ വീടിൻ്റെ വടക്ക് വശാനിട്ടത് തിരുമ്പണ കല്ലും കൊട്ടത്തളൊക്കെ ആയിട്ടുള്ള അപ്പം നമ്മളെ വേറൊരു ഇളയച്ചിയാണ് കേട്ടോ. അങ്ങനെ പാല് കാച്ചലിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ പാല് കാച്ചാനുള്ള ശ്രമമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാത്തൂന് തന്നെ പാലൊക്കെ കാച്ചുന്നുണ്ട്. അപ്പോൾ ഈ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ പൊങ്ങി വരാനുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ മനസ്സിങ്ങനെ ഭയങ്കര ചങ്കടിപ്പാണല്ലേ. പാല് തിളച്ചിട്ട് പൊങ്ങി വേഗം വരണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാവില്ലേ നമുക്ക്. പക്ഷേ തിളച്ചാൽ ഏത് പാലും തിളച്ചാൽ പൊന്തി വരും. പക്ഷേ പുതിയ അടുപ്പൊക്കെ ആകുമ്പോൾ ഒന്ന് താമസം തന്നെയാണല്ലേ. എന്നാലും അധിക താമസമൊന്നുമില്ല. അത് നമ്മളെ പാലൊക്കെ തിളച്ച് തൂക്കിയിട്ടാ. അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, വരട്ടെ ഇങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ചിരിക്കുക. അപ്പോൾ പാലൊക്കെ തിളച്ച് പോയിട്ടാ. അപ്പോൾ അതിന് കുറച്ച് പാലൊക്കെ മധുരം ഇട്ടിട്ട് എല്ലാവർക്കും കൊടുത്തു. പിന്നെ അതിൽ കുറച്ച് ഉണങ്ങലേരിയൊക്കെ ഇട്ടിട്ട് കുറച്ച് പായസം വെച്ചു. പാലൊക്കെ ഇതാട്ടാ, പാലൊക്കെ തിളച്ചിട്ട് പോയിട്ട് നിൽക്കണ്. അങ്ങനെ നേരെ ഞാൻ പോയത് മേലേക്കാട്ടാ. അപ്പോൾ ഇത് മേലത്തെ പുറം ഭാഗമാണ്, ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഏരിയ ഇട്ടത്. അപ്പോൾ ആ താഴേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു സ്റ്റെപ്പൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഇങ്ങനെ നേരെ ഞാൻ ഒരു ബെഡ്റൂമിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അത് മേലത്തെ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ എല്ലാ റൂമിലും പോലെ തന്നെ ഇവിടെയും കബോർഡും ബാത്ത് അറ്റാച്ചൊക്കെ ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു ബാത്റൂമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല കേട്ടോ. അതാണ് ഞാനൊന്ന് മൗനം പാലിച്ചത്. പിന്നെ ഇത് ഹാളിലുള്ള ഒരു ഇതാട്ടാ, ഗ്ലാസ്, മേലെ ഗ്ലാസ്സാണ്. അപ്പോൾ നല്ല വെളിച്ചാവുമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് കേട്ടത്. പിന്നെ അത് മേലത്തെ നമ്മൾ വാർപ്പിൻ്റെ മേലേക്ക് പുറത്തേക്ക് ഇറങ്ങൂലേ, ആ ഒരു ഭാഗമാട്ടാ. ഉണക്കാനും പിടിക്കാനും ഒക്കെ ഉള്ള മുളകോ പല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണക്കാനൊക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ മേലേക്ക് കയറാനുള്ള കോണിയാണ് ഇട്ടത്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ ആ പ്രകൃതി ഭംഗി ഒന്നിങ്ങനെ പിടിച്ചതാണ് കേട്ടാ. മനോഹരമാണല്ലേ. അപ്പം അതിൻ്റെ അടിയിലുള്ള വർക്ക് ഏരിയയുടെ ആ വാർപ്പുമ്മലേക്ക് ഇറങ്ങാൻ അവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഏട്ടൻ വരുമ്പോൾ ഞാൻ ഒന്ന് ഫോൺ പിടിച്ചപ്പോഴേ വേഗം ഇറങ്ങി പോയതാണ്. അപ്പം ചിരിച്ചതാണ്. അപ്പം എല്ലാവരും എടുത്തു. ഞാൻ എന്നെ മാത്രം കാണിച്ചില്ല എന്നുള്ള ഇനി ഒരു പരിഭവം വേണ്ട. അപ്പം ഞാൻ ഒന്ന് എടുത്തതാട്ടോ. അപ്പം നമ്മൾ ബിന്ദേച്ചി ഗണപതി ഹോമം കഴിഞ്ഞ് പ്രസാദമൊക്കെ ഏറ്റ് വന്നു. അപ്പോൾ ഒരു സ്പൂൺ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി തരുന്നിട്ടാ. അപ്പോൾ കുറച്ചും കൂടി കോരിയിട്ടതാ. അങ്ങനെ ഗണപതി ഹോമം ഒക്കെ കഴിഞ്ഞ് പാല് കാച്ചൽ 9 മണിക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ചായ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഞാനും പോയി കുടിച്ച്. പൊറാട്ടയും നൂൽപ്പിട്ടും കുറുമക്കറി സാമ്പാർ ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. മക്കളെ കളികളാണ് കേട്ടൊക്കെ. അപ്പം ഇനി ഞാൻ മ്യൂസിക് കൊടുക്കല്ലേ.